US പ്രതിരോധ വകുപ്പുമായി കരാറിലെത്തിയതിനു പിന്നാലെ കൂട്ടബഹിഷ്കരണവുമായി ChatGPT ഉപയോക്താക്കൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇക്കഴിഞ്ഞ ആഴ്ച ആഗോള സാങ്കേതിക രംഗത്ത് ഏറെ ചർച്ചയായ ഒരു സംഭവമുണ്ടായി. US പ്രതിരോധ വകുപ്പ് തങ്ങളുടെ രഹസ്യ നെറ്റ്വർക്കുകളുടെ ആവശ്യങ്ങൾക്കായി AI മോഡൽ വിന്യസിക്കുന്നതിനായി OpenAIയുമായി കരാറിലെത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ലോകമെമ്പാടുമുള്ള ChatGPT ഉപയോക്താക്കൾ കൂട്ടബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 25 ലക്ഷത്തോളം പേരാണ് ChatGPT ഒഴിവാക്കിയതെന്ന് ChatGPT തന്നെ സ്ഥിരീകരിക്കുന്നു. ഉപയോക്താക്കൾ ChatGPT ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി QuitGPT എന്ന പേരിൽ ഒരു വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. ട്രംപിന്റെ കൊലയാളി റോബോട്ട് കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. പുറത്തു കടക്കാനുള്ള സമയമായിരിക്കുന്നു. ബഹിഷ്കരണക്കാർ QuitGPT വെബ്സൈറ്റിലൂടെ ഉപയോക്താക്കളോട് ആഹ്വാനം ചെയ്യുന്നു. OpenAI ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്താനും വെബ്സൈറ്റിലൂടെ ആഹ്വാനമുയർത്തുന്നുണ്ട്. കമ്പനിയുടെ ലാഭത്തിനു വേണ്ടി ഓൾട്ട്മാൻ നമ്മയെല്ലാം മാരകമായ നിർമ്മിത ബുദ്ധിയുടെ ഭീഷണിയിലാക്കിയെന്നും കൊലയാളി റോബോട്ടുകളും കൂട്ടനിരീക്ഷണവും ഉൾപ്പെടെ നിയമപരമായ ഏതാവശ്യത്തിനും തങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ OpenAI പെന്റഗണിന് അനുമതി നൽകിയെന്നും QuitGPT വെബ്സൈറ്റിൽ ആരോപിക്കുന്നു. ജനാധിപത്യവാദികളായ ഒരു സംഘം ആളുകളാണ് OpenAIക്കെതിരെ ഉപയോക്താക്കളെ സംഘടിപ്പിക്കാനുള്ള ഈ ഉദ്യമത്തിന് പിന്നിലെന്നാണ് വെബ്സൈറ്റിൽ വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന AI ചാറ്റ്ബോട്ടായ ChatGPT വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ChatGPT വികസിപ്പിച്ച OpenAI യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അഥവാ പെന്റഗണുമായി ഒപ്പുവെച്ച സാങ്കേതിക കരാറിന്റെ അലയൊലികൾ ആഗോളതലത്തിലെങ്ങും പ്രതിഫലിക്കുകയാണ്. OpenAIയും അമേരിക്കൻ പ്രതിരോധ വകുപ്പും തമ്മിലുള്ള ഈ പുതിയ കരാർ പ്രകാരം OpenAIയുടെ AI സാങ്കേതിക വിദ്യ അമേരിക്കൻ സൈന്യത്തിന്റെ ചില തന്ത്രപ്രധാന മേഖലകളിൽ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും വൻ ഡാറ്റകൾ വിശകലനം ചെയ്യൽ, സൈബർ സുരക്ഷ ശക്തമാക്കൽ, തന്ത്രപരമായ സൈനിക പദ്ധതികൾ തയ്യാറാക്കൽ എന്നിവയ്ക്കായാണ് AI വിശാലത ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം AI സാങ്കേതിക വിദ്യ സൈനിക തലത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് വലിയ ആശങ്കകൾക്കും കാരണമായി തീർന്നിരിക്കുകയാണ്. നിലവിൽ ഡാറ്റാ വിശകലനവും സൈബർ സുരക്ഷ ശക്തമാക്കൽ പോലുള്ള കാര്യങ്ങളാണ് പെന്റഗൺ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിലും ഭാവിയിൽ AI യുദ്ധരംഗത്ത് ശക്തമായി ഉപയോഗിക്കപ്പെടുമോ എന്നും പൊതുജന നിരീക്ഷണത്തിനായി ഈ സംവിധാനത്തെ ഉപയോഗിക്കുമോ എന്നും ആശങ്കപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ ഉണ്ടാക്കാനും AI വിനിയോഗപ്പെടുത്തുമോ എന്ന ചോദ്യം ഉയർത്തുന്നവരുമുണ്ട്. ഇത്തരം ആശങ്കകളെ തുടർന്നാണ് നിരവധി ആളുകൾ ChatGPT ഉപയോഗം അവസാനിപ്പിക്കുമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം പെന്റഗണുമായി OpenAI കരാറിലെത്തിയെന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ ChatGPT ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നാണ്. അതിനിടെ ഈ വിവാദം ശക്തമായതോടെ OpenAI വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കമ്പനി പറയുന്നത് AI സാങ്കേതിക വിദ്യ ജനനിരീക്ഷണത്തിന് ഉപയോഗിക്കില്ല എന്നാണ്. അതുപോലെ തന്നെ സ്വയം പ്രവർത്തിക്കുന്ന ആക്രമണ ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിനും AI അനുവദിക്കില്ല എന്നും കമ്പനി പറയുന്നു. അതായത് സൈനിക തീരുമാനങ്ങളിൽ മാനുഷിക നിയന്ത്രണങ്ങൾ തന്നെ തുടരുകയുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്ത് വീണ്ടും ഒരു വൻ ചർച്ചയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സൈനിക ഉപയോഗം എത്രത്തോളം ശരിയാണെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. ചില വിദഗ്ധർ ദേശീയ സുരക്ഷയ്ക്ക് സാങ്കേതിക രംഗവുമായുള്ള സഹകരണം അനിവാര്യമാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ AI നൈതികതയും മനുഷ്യാവകാശ പ്രശ്നങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ChatGPTയുടെ എതിരാളിയായ ആന്ത്രോപിക്കിനെയാണ് പെന്റഗൺ ആദ്യം കരാറിനായി സമീപിച്ചത്. ആന്ത്രോപിക്കിന്റെ AI മോഡലുകൾ അനിയന്ത്രിതമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന ആവശ്യമാണ് പെന്റഗൺ ഉയർത്തിയതെന്നാണ് സൂചന. എന്നാൽ ആന്ത്രോപിക് അതിൽ വിസമ്മതം അറിയിച്ചു. ആഭ്യന്തര നിരീക്ഷണത്തിനായി തങ്ങളുടെ AI മോഡൽ ഉപയോഗിക്കാനാണ് US ഭരണകൂടം പദ്ധതിയിട്ടതെന്നും എന്നാൽ അത് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഡാരിയോ അമോഡയുടെ നേതൃത്വത്തിലുള്ള ആന്ത്രോപിക് പെന്റഗണുമായുള്ള കരാറിൽ നിന്ന് പിന്മാറിയത്. ഇതേ തുടർന്ന് സർക്കാർ സ്ഥാപനങ്ങളിലുടനീളം ആന്ത്രോപിക് AI മോഡലുകളുടെ ഉപയോഗത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. അതിനു പിന്നാലെയാണ് OpenAI മേധാവിയുമായി US പ്രതിരോധ വകുപ്പ് കരാറിലെത്തിയത്.
വാർത്തയുടെ നിറം തേടി തനിനിറം.